കൂട്ടിയതും കുടിച്ചു തീർത്തതുമൊക്കെ നീ നിന്റെ തന്നെ സ്വപ്നങ്ങളെയല്ലേ, നിന്നെ ഇഷ്ടപ്പെട്ടവരുടെ പ്രതീക്ഷകളെയല്ലേ? മാനസദസ്സിന് വന്ദനം. ഞാൻ ഇവിടെ നിൽക്കുന്നത് ലഹരി എന്ന മഹാവിപത്തിനെ പറ്റി ഏതാനും വാക്കുകൾ സംസാരിക്കുവാനാണ്. ഒരു രാജ്യത്തെ അതിന്റെ സ്വപ്നങ്ങളെ അതിർത്തിപ്പിടിക്കുന്ന പ്രതീക്ഷകളെയല്ല നിമിഷം നേരം കൊണ്ട് ധാർമ്മിക അധപതനത്തിലേക്കും മൂല്യച്യൂതിയിലേക്കും നയിക്കുന്ന ഒന്നാണ് ലഹരി എന്ന മഹാവിപത്ത്. ഇത് ലഹരി പൂക്കും കാലമാണ്. നമ്മുടെ തെരുവീതികളിൽ തലമുറകൾ കുടിച്ചും വലിച്ചും കുത്തിവെച്ചും ജീവിതത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളെയും കഴുത്തിനെടുക്കുന്ന കാലം. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയിൽ സ്വയം മൺമറന്ന് ഉല്ലസിക്കുന്ന കാലം. അടുക്കുമ്പോഴും വലിഞ്ഞു മുറുകുന്ന ഒന്നാണ് ലഹരി എന്ന് അറിയാത്തവരായി ആരും ഉണ്ടാവില്ല. എന്നിരുന്നാൽ പോലും ലഹരിയോട് അടുക്കുവാനാണ് എല്ലാവർക്കും താല്പര്യം. ലഹരി ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ഈ നാട്ടിൽ നമ്മൾ പോലും മനസ്സിലാകാതെ പോകുന്ന ഒരു സത്യമുണ്ട്. സൗഹൃദം പകർന്ന കരങ്ങളിലൂടെയാണ് പലപ്പോഴും ലഹരിയിൽ പടരുന്നത് എന്ന മഹാസത്യം. ഇന്ന് യുവതലമുറക്കിടയിൽ ലഹരി വഹിക്കുന്ന പങ്ക് ഒട്ടും ചെറുതല്ല. ഇന്ന് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന 50% റോഡ് അപകടങ്ങളുടെയും 60% കുടുംബ പ്രശ്നങ്ങളുടെയും മൂല കാരണം ലഹരി തന്നെയാണ്. ലഹരി ഒരു മനുഷ്യനെ എപ്രകാരം ഇല്ലാതാക്കുന്നു എന്ന് തിരിച്ചറിയാൻ ആ കണ്ണുകൾ ഒന്ന് തുറന്നാൽ മാത്രം മതി. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് ഓരോ മലയാളിയും ഏറെ അഭിമാനത്തോടെ എടുത്തു പറയുന്ന കേരളത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മാത്രം മതി. ഓർക്കുന്നുണ്ടോ ഒരു പിഞ്ചു കുഞ്ഞിനെ പിച്ച വെക്കാൻ പഠിപ്പിച്ച കരങ്ങൾ തന്നെ അവർക്ക് നേടി തിരിഞ്ഞത്? വിടരു മുമ്പ് ആ കുഞ്ഞുമോൾ കൊഴിഞ്ഞു പോയില്ലേ? അല്ല, വിട്ടി വീഴ്ത്തിയില്ലേ? ആരെന്നോ സ്വന്തം അച്ഛൻ തന്നെ. ഇവരെന്ന് വിളിക്കേണ്ട പേരല്ല അച്ഛനെന്ന്. ആ വാക്കിന് പകരം വെക്കാനാവാത്ത ഒരർത്ഥമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇനിയും ലഹരി എന്ന മഹാവിഷത്തെ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ക്രൂരതയുടെ ഇത്തരം മുഖങ്ങൾ ജനിച്ചുകൊണ്ടേയിരിക്കും. ഇതൊന്നും മാത്രമല്ല, പണ്ടൊക്കെ രക്ഷിതാക്കൾ വാങ്ങിച്ചു വരുന്ന മിഠായിക്ക് വേണ്ടി കാത്തുനിന്നവർ ഇന്ന് ലഹരിക്ക് വേണ്ടി സ്വന്തം രക്ഷിതാക്കളെ പോലും കൊല്ലാൻ മടിക്കുന്നില്ല. ഒരു രാജ്യത്തിന്റെ ഭാവിയും സമ്പത്തും അഭിമാനം എന്ന് നമ്മൾ ഏറെ അഭിമാനത്തോടെ എടുത്തു പറയുന്ന യുവതലമുറ തന്നെ ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ട് നശിച്ചുകൊണ്ടിരിക്കുന്നു. ലഹരി ഒരു മനുഷ്യനെ മാനസികമായും ശാരീരികമായും തകർക്കുന്നു. ലഹരിയുടെ അമിതമായ ഉപയോഗം മൂലം ക്യാൻസർ പോലുള്ള മാരകരോഗങ്ങൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതമായിരിക്കണം നമ്മുടെ ലഹരി എന്ന യാഥാർത്ഥ്യം ഓരോ വ്യക്തിയും തിരിച്ചറിയണം. തന്റെ കുടുംബത്തോടും കൂട്ടുകാരോടൊപ്പമുള്ള സന്തോഷകരമായ ഒരു ജീവിതം. മനുഷ്യനാണ് തെറ്റുപറ്റാൻ, അത് തികച്ചും മാനുഷികവും. എന്നാൽ അത് തിരുത്തുക എന്നതാണ് സുപ്രധാനം. അല്ലെങ്കിൽ ഒരു നാൾ നീ അറിയും നിന്നോടൊപ്പം നീ നശിപ്പിച്ചു കളഞ്ഞത് നിന്റെ കുടുംബത്തെ ആയിരുന്നെന്ന്. അന്ന് നീ മനസ്സിലാക്കും വെറും നഷ്ടം മാത്രമായിരുന്നു ലഹരി എന്ന്. നല്ലൊരു നാളേക്ക് വേണ്ടി, ഒരു മാറ്റത്തിന് വേണ്ടി, ഓജസ്സും തേജസ്സും നിറഞ്ഞ ഒരു പുതു തലമുറയ്ക്ക് വേണ്ടി നമുക്ക് മാറ്റി ചിന്തിക്കാം. പരസ്പരം കരങ്ങൾ കോർത്തുകൊണ്ട് ലഹരിക്ക് നേരെ ഒന്നായി പോരാടാം. നന്ദി, നമസ്കാരം.